ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. സോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞ വ്ളോഗാണ്, ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. തിങ്കളാഴ്ച ദിവസങ്ങളാണ് ചേട്ടന് ഓഫ് വരുന്നത്. സോ എല്ലാം തിങ്കളാഴ്ചയും നമുക്കൊരു സൺഡേ ഫീലിംഗ് ആണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കുക്ക് ചെയ്യുന്നതും അതുപോലെ ഗ്രോസറീസ് വാങ്ങുന്നതും ഒക്കെ നമ്മൾ മൺഡേസാണ് ചെയ്യാറ്. ഞാൻ എഴുന്നേറ്റപ്പോൾ രാവിലെ 8 മണി കഴിഞ്ഞിരുന്നു. പുറത്താണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വെയിലും വെട്ടമുണ്ട്. ഇന്ന് 27 ഡിഗ്രി വരെ പോകുമെന്നൊക്കെ കാണിക്കുന്നു. പിന്നെ ഞാൻ പയ്യെ പോയി ഒന്ന് ഫ്രഷായി ബ്രഷൊക്കെ ചെയ്ത് വന്നു. ഇനി ചേട്ടനെ വിളിക്കണം. ചേട്ടൻ അവിടെ ബെഡ്റൂമിൽ കിടന്നുറങ്ങുന്നുണ്ട്. ചേട്ടനെ വിളിച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ തുടങ്ങാം. രാവിലെ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫേസ് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. സോ ഞാനൊരു മോയ്സ്ചറൈസറും പിന്നെ ലിപ് ബാമും ഇട്ട് കൊടുത്തു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാവിലെ ഞാൻ ഇളം ചൂടുവെള്ളം കുടിക്കുന്നുണ്ട്. രാത്രി തലേ ദിവസം വെള്ളം തിളപ്പിച്ച് ഫ്ലാസ്കിലാക്കി വയ്ക്കും, രാവിലെ അത് കുടിക്കും. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചോറും പിന്നെ അങ്കമാലി സ്റ്റൈൽ മാങ്ങാക്കറിയാണ്. അപ്പോഴേക്കും ചേട്ടൻ എണീറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ചോറ് നമ്മൾ വയ്ക്കുന്നത് കുക്കറിൽ തന്നെയാണ്. നമുക്കല്ലാണ്ട് റൈസ് കുക്കറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ നമുക്ക് ഇൻഡക്ഷനോ ആണ് ഉള്ളത്. സോ കുക്കറിൽ ചോറിടും. പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ പോയപ്പോൾ നമുക്ക് നല്ല മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് മാങ്ങക്കറി വയ്ക്കാം. നമുക്ക് 2 പേർക്കും മാങ്ങക്കറി നല്ല ഇഷ്ടമാണ്. അതാണ് രാവിലെ തന്നെ ഇന്ന് ചോറും മാങ്ങക്കറി ആക്കിയത്. അങ്ങനെ ഫുഡൊക്കെ വേഗം റെഡിയാക്കി നമ്മളത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. നല്ല അടിപൊളി മാങ്ങക്കറി ആയിരുന്നു. പുറത്താണെങ്കിൽ നല്ല വെയിൽ, നല്ല ചൂടുമുണ്ട്. റൂമിലൊന്നും നമുക്ക് ഇരിക്കാൻ പറ്റണില്ല, അത്രമാത്രം ചൂടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേഗം കഴിച്ച് നമ്മൾ റെഡിയായി മാർക്കറ്റിലേക്കാണ് ഫസ്റ്റ് പോകുന്നത്. നമുക്ക് ഫിഷ് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ സീബ്രീം എന്ന് പറഞ്ഞൊരു ഫിഷാണ് നമ്മളെടുത്തത്. അതിൻ്റെ മലയാളം എന്താണെന്ന് എനിക്ക് അറിയില്ല. പിന്നെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും വാങ്ങി, ടൊമാറ്റോ, ക്യാരറ്റും പിന്നെ സ്ട്രോബെറി അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസും. അവിടുന്ന് നമ്മൾ നേരെ ഹോം ബാർഗെയിൻസിലേക്ക് വന്നു. കോക്കനട്ട് മിൽക്ക്, ഓയിൽ, ജ്യൂസൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങാറ്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് എല്ലാം പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ നേരെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീക്കിലേക്ക് വേണ്ട ഓൾമോസ്റ്റ് ഐറ്റംസും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇന്നാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചൂടുണ്ട് പുറത്ത്. ജാക്കറ്റ് ഇടേണ്ട യാതൊരുവിധ ആവശ്യവും ഉണ്ടായിരുന്നില്ല. ബട്ട് നമ്മളെന്തോ ജാക്കറ്റ് ഇട്ടു 2 പേരും. എന്നിട്ട് ചൂടെടുത്ത് വേർക്കായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് റൂമെത്തിയിട്ട് ജാക്കറ്റ് ഒന്ന് ഊരിയാൽ മതി എന്നുള്ള അവസ്ഥയിലായിരുന്നു. ഇവിടെയുള്ള ആൾക്കാർക്ക് സമ്മർ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും നല്ല വെറൈറ്റി കളർഫുള്ളായിട്ടുള്ള സമ്മർ വെയറൊക്കെ ഇട്ട് കുട്ടികളൊക്കെ പിടിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സിറ്റി സെൻറ്റർ പോകുമ്പോൾ വേറൊരു വൈബായിരുന്നു ഇന്ന്. അങ്ങനെ നമ്മളതേ തിരിച്ച് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലെത്തിയിട്ട് ലഞ്ചിനുള്ള പരിപാടികൾ നോക്കുകയാണ്. ചോറ് നമ്മൾ രാവിലെ വച്ചതിരിപ്പുണ്ട്. പിന്നെ മാർക്കറ്റിൽ പോയപ്പോൾ നമ്മൾ സീബ്രീം എന്ന് പറഞ്ഞ ഫിഷാണ് വാങ്ങിയത്. അത് ഫ്രൈ ചെയ്യണം. നമുക്ക് 2 പേർക്കും ഫിഷ് ഭയങ്കര ഇഷ്ടമാണ്. സീബ്രീം നല്ല അടിപൊളി ഫിഷാണ്. കറി വെക്കാനായാലും ഫ്രൈ ചെയ്യാനായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള പരിപാടികൾ ചേട്ടനാണ് നോക്കുന്നത്. അതിൻ്റെ മസാല റെഡിയാക്കുന്നതും ഒക്കെ. നല്ല അടിപൊളി ഫിഷാണ്. ആരെങ്കിലും വാങ്ങാത്തവരുണ്ടെങ്കിൽ ഒന്ന് വാങ്ങി നോക്കുക, അത്രയ്ക്ക് ടേസ്റ്റാണ്. അങ്ങനെ ചേട്ടൻ വേഗം ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള മസാലയൊക്കെ റെഡിയാക്കി അത് നന്നായി മീനിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. മാർക്കറ്റിൽ നല്ല പഴുത്ത മാങ്ങ കണ്ടപ്പോൾ നമ്മൾ വാങ്ങിയിരുന്നു. കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ നല്ല പഴുത്ത് നല്ല മധുരമുള്ളൊരു മാങ്ങ കഴിക്കുന്നത്. പിന്നെ ചേട്ടൻ മസാല പുരട്ടി വെച്ച ഫിഷാണിത്. ഇത് കുറച്ച് നേരം ഇങ്ങനെ വെച്ച് മസാലയൊക്കെ ഒന്ന് പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ നേരെ ഫ്രൈ ചെയ്യും. ഇന്നലെ ചേട്ടൻ വന്നപ്പോൾ ലാമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അത് കറി വയ്ക്കാൻ പോവാണ്. ലാമ്പിൻ്റെ ഷാങ്കാണ്. ചേട്ടൻ ലാമ്പ് കഴിക്കില്ല. ചേട്ടന് കുറച്ച് അലർജി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ലാമ്പ് ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. ഇവിടെ വന്നിട്ട് ഞാൻ സെക്കൻഡ് ടൈമാണ് ലാമ്പ് കുക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഒന്നും പറയാനില്ല. മീൻസ് അത്രയ്ക്ക് ടേസ്റ്റ്. നാട്ടിൽ വെച്ചിട്ട് ഞാൻ ആടൊന്നും അങ്ങനെ കഴിക്കില്ലായിരുന്നു. എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് ഒരു തവണ കഴിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നല്ല അടിപൊളിയാണ്. പിന്നെ നല്ല നെയ്യും ഉണ്ട് ഇവിടുത്തെ ലാമ്പിന്. നല്ല സൂപ്പർ ടേസ്റ്റ്. കുക്കറിൽ നമ്മുടെ മസാലപ്പൊടികളും പിന്നെ കുറച്ച് ഒനിയൻ, ജിഞ്ചർ ഗാർലിക്, ഗ്രീൻ ചില്ലി ഇട്ട്
ഒരു 12-13 വിസിൽ ഞാൻ ലോ ഫ്ലെയിമിൽ കേൾപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് എനിക്ക് ലാമ്പ് പ്രോപ്പറായിട്ട് കുക്കായി കിട്ടിയത്. ലാമ്പ് കുക്കായതിന് ശേഷം പാൻ ചൂടാക്കി ഞാൻ നമ്മുടെ നോർമലായിട്ട് കോക്കനട്ട് ഓയിലും സവോളയും ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഇട്ട് നമ്മൾ നോർമൽ മസാല ഉണ്ടാക്കുന്ന പോലെ മസാല റെഡിയാക്കിയിട്ട് നമ്മുടെ കുക്ക് ചെയ്ത ലാമ്പ് അതിലേക്ക് ഇട്ടിട്ടാണ് ഞാൻ ലാമ്പ് റോസ്റ്റാണ് റെഡിയാക്കിയത്. അങ്ങനെ ചേട്ടൻ ഫിഷും കൂടി ഫ്രൈ ചെയ്ത് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് വേഗം ഇരുന്നു. വിശന്ന് കുടൽ കത്തുന്നുണ്ടായിരുന്നു. സമയം 1:30 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല ഹെവി ലഞ്ചൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ച് സംസാരിച്ചു. വൈകിട്ട് ഒരു 4-4:30 ആയപ്പോൾ നമുക്ക് 2 പേർക്ക് അത്യാവശ്യം ബോറടിച്ചു. പിന്നെ ചുമ്മാ ഒന്ന് പുറത്തേക്ക് നടക്കാൻ ഇറങ്ങി. ഒപ്പം പൗണ്ട് ലെൻഡിൽ നമ്മൾ കയറി. എനിക്ക് 1-2 സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. ഒപ്പം അവിടെ പുതിയ വെറൈറ്റി പ്ലേറ്റുകൾ കണ്ടു. അപ്പം ഞാൻ ഓരോന്നും പറക്കിയെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒന്നും വാങ്ങിയില്ലെങ്കിലും എനിക്ക് ആ കട ഫുള്ള് കണ്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കുറവാണ്. അതുകൊണ്ട് കടയുടെ ഓരോ കോർണറിലും പോയി ഓരോ ഐറ്റംസും നോക്കി ആടി പാടിയിട്ടായിരിക്കും ഞാൻ ഓരോ ഐറ്റമും പർച്ചേസ് ചെയ്യുന്നത്. ചേട്ടനാണ് പർച്ചേസിന് പോകണമെങ്കിൽ ചേട്ടന് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്ത് പെട്ടെന്ന് പർച്ചേസിങ് തീർത്തിട്ട് വരുന്ന ആളാണ്. എന്നാൽ ഞാൻ നേരെ ഓപ്പോസിറ്റാണ്. ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ എല്ലാവിടെയും കറങ്ങിത്തിരിഞ്ഞ് എല്ലാ സാധനങ്ങളും നോക്കി ആടി പാടിയായിരിക്കും ഞാൻ പർച്ചേസിങ്ങിന് പോയിട്ട് വരുന്നത്. ഇനിയും എന്തെങ്കിലും വാങ്ങാനുണ്ടോ, ഇനിയും എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാൻ മറന്നോ എന്നാലോചിച്ച് നടക്കുന്ന എന്നെയാണ് നിങ്ങൾ കാണുന്നത് ഗൈസ്. സോ ഇന്നത്തെ ഒരു കുഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ, ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.